ഈശോയുടെ നാമത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സ്വർഗ്ഗം നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ ഇല്ലാതായി മാറി. അവൻ നടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ യേശുവപ്പ എന്നെ ചേർക്കാനായി വാന മേഘങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഭൗമമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെ ചൊല്ലി ഹല്ലേലൂയ ജനം വളരെ ആകാംക്ഷയോടെ ഹല്ലേലൂയ വളരെ വലിയ പഠന സംബന്ധമായ വസ്തുതകളായ അതിനെയൊക്കെ മാറ്റി ശാസ്ത്രീയമായ നിഗമനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നടത്തുമ്പോൾ വിശുദ്ധ വചനം പറയുന്നതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം അത്രയും. എന്റെ നാഥൻ വരുന്നതിന്റെ മുന്നോടി അത്ര ഈ കാണുന്നതല്ല. ഹല്ലേലൂയ. പലപ്പോഴും പല ദൈവ നിഷേധ തിയറികളിൽ നിൽക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്? നിങ്ങൾ അതിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അവരോട് പറയുവാനും ഹല്ലേലൂയ ഇതുവരെയും വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞിട്ടും കർത്താവിന്റെ കാൽവരി വർണ്ണത്തിന്റെ വസ്തുത എന്താണെന്ന് ശരിക്കും മനസ്സിലാകാത്തവർക്ക് അവർക്ക് വേണ്ടിയും വിടുതൽ ബോധിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശത്തെ, ഇന്ന് ചെറിയൊരു സന്ദേശത്തെ കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ഈ ക്രൂശിൽ മരണം നടന്നു? റോമൻസ് 8-ാം അധ്യായം 32-ാം വാക്യം നമുക്കൊന്ന് എടുക്കാം. റോമൻസ് 8-ാം അധ്യായം 32-ാം വാക്യം. ഹല്ലേലൂയ. എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹല്ലേലൂയ ഒന്ന് മുഴുവൻ കേട്ടിട്ടെ ഓഫ് ചെയ്യാവുന്ന പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിത് യാദൃശ്യമായി ഒന്ന് കണ്ടതായിരിക്കും. എന്താണെന്നൊന്ന് മുഴുവൻ കേട്ടിട്ടെ നിങ്ങൾ ഓഫ് ചെയ്യാവുന്ന പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. റോമൻസ് 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഒന്ന്, നമ്മുടെ ദൈവത്തെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം കഠോരനാണ്, ക്രൂരനാണ്, സ്നേഹമില്ലാത്തവനാണ്, അതിൽ ക്ഷമിക്കാൻ പറ്റാത്തവനാണ്. അവൻ റോഡിലും വഴിയിലും തകർത്ത് കളയുന്നവനാണ്. അവൻ അങ്ങേയത്തോളം എത്തിക്കുന്നവനല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സന്ദേശം, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആശയത്തെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഞാനൊരു ദൈവനിഷേധിയായി ജീവിച്ചൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവനിഷേധിയായി ജീവിക്കുന്ന നാളിൽ എന്നെ ഏറ്റവും കൂടുതൽ ദൈവവിരോധിയാക്കി മാറ്റിയ ഒരു വസ്തുത, ഞാൻ കേട്ട പ്രസംഗങ്ങളെല്ലാം ആ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ ഉള്ളവർക്കൊന്നും കടന്നു വരാൻ പറ്റത്തില്ല. ദൈവം ചിലതിനെ സഹിക്കത്തില്ല, ദൈവം ചിലതിനെ പൊറുക്കത്തില്ല, ദൈവം വഴിത്തറയ്ക്കൽ വെച്ച് ചിലതിനെ എന്ത് ചെയ്യും, അടിച്ചു കളയും, അങ്ങേറ്റത്ത് എത്തിക്കത്തില്ല. അയ്യോ, അങ്ങനാണെങ്കിൽ ഞാൻ എത്തത്തില്ല, ഉറപ്പാ. കാരണം ഞാൻ ദൈവത്തിന് നിരക്കുന്ന ജീവിത രീതി ജീവിക്കുന്നതല്ലോ. അപ്പൊ എനിക്ക് ദൈവത്തെ താല്പര്യമില്ല. അപ്പൊ പിന്നെ ദൈവത്തെ താല്പര്യമുള്ളവർക്ക് ഈ ദൈവതാർത്ഥത്തിലുണ്ടോ? ആ ചിന്ത എന്ത് ചെയ്തു? ദൈവനിഷേധ സിദ്ധാന്തങ്ങളിലേക്ക് എന്നെ ഉറപ്പിക്കുന്നതിന് കാരണമായി മാറി. അങ്ങനെയൊക്കെ ചിന്താഗതി മാറിപ്പോയ ചിലർക്ക് വേണ്ടി ഈശോയുടെ നാമത്തെ ഞാൻ പറഞ്ഞു. എന്റെ ദൈവം പേടിപ്പിക്കുന്നവനും ഭയപ്പെടുത്തുന്നവനുമല്ല, അവൻ സ്നേഹം കൊതിയനാണേ. തെറ്റ് ചെയ്യാൻ വേണ്ടി സ്നേഹം കൊണ്ട് ഇറങ്ങിക്കരുത്. നോ, യേശോയുടെ സ്നേഹത്തെ അനുഭവിച്ചവന് തിന്മ ചെയ്യാൻ കഴിയത്തില്ലെന്ന് യേശോയുടെ നാമത്തിൽ അടിവരയിട്ട് പറയുക. പേടിച്ചിട്ട് പലതും ചെയ്യാതിരിക്കുന്നതിന് അവസരം കിട്ടിയാൽ പലതും ചെയ്യും. ഹല്ലേലൂയ. അവൻ റോഡിലിട്ട് അടിച്ചു കളയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ വചനത്തിനകത്ത് മദ്യം കുടിച്ചാൽ പണികെട്ടുമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ പുക വലിക്കരുതെന്ന് അവിടെ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് അവൻ പുക വലിക്കും. ഹല്ലേലൂയ. വിവാഹ മോചനത്തെ സംബന്ധിച്ച് ചില നിയമങ്ങൾ കിടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരുവരെ സ്വീകരിക്കണമെങ്കിൽ അത് ഇന്നതിനൊക്കെ പറഞ്ഞിട്ടത് സ്വീകരിച്ചാൽ മതിയല്ലോ. അവൻ എന്ത് ചെയ്യും? ലൂപ്പ് ഹോൾ കണ്ടെത്തും, അല്ലെങ്കിൽ പഴുതുകൾ കണ്ടെത്തി തിന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞവന് അവന്റെ ശരീരത്തെ മലിനമാക്കുന്ന, അവന്റെ മനസ്സിനെ മലിനമാക്കുന്ന ഒരു വസ്തുതയിലോട്ട് ചുവടുവെക്കാൻ കഴിയത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും ഈ വചനത്തെ പങ്കുവെച്ച് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ, പ്രതികൂലമുണ്ടോ, ബലഹീനതയുണ്ടോ, അത് മാറുക തന്നെ ചെയ്യും. യേശുവിന്റെ സ്നേഹത്തിൽ അറിഞ്ഞാൽ മതി, അത് മാറുക തന്നെ ചെയ്യും. പേടിച്ചിട്ട് എടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, ധൈര്യമായിട്ട് കടന്നു പോവാ. ഈ കൃപാസനത്തിന്റെ അടുത്തേക്ക് ആർക്കും ധൈര്യത്തോടെ കടന്നു വരാവുന്നേ. അല്ലെങ്കിൽ ഏത് പാപിയെയും ചേർത്ത് പിടിച്ച് അവന്റെ പാപത്തിന്റെ ശക്തി ഉരുഞ്ഞു കളയുന്ന പുതിയ ശുഭ്രവസ്ത്രം, തേജസ്സിന്റെ പരിശുദ്ധാത്മാവിന്റെ വസ്ത്രം ധരിപ്പിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ അതിന്റെ വ്യാപാര ശക്തി ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്തി തന്റെ പുത്രൻ, ഏകജാതനായ പുത്രൻ മുഖാന്തരം
വെളിപ്പെടുത്തി. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ, പുത്രനായവനെ ഈ ഭൗമമണ്ഡലത്തിലേക്ക് അയച്ചു. എന്തിന്? തന്റെ സ്നേഹത്തെ റിവീൽ ചെയ്യുക. ഹല്ലേലൂയ. അവന്റെ മരണത്തോടുകൂടെ അല്ലെ അവന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു, ക്രൂശിൽ യാഗമാക്കി തീർത്തു. എങ്കിൽ ഹല്ലേലൂയ, ഉയർപ്പിച്ചവൻ ആ യേശു അപ്പായെ എന്ത് ചെയ്തു? യേശു തമ്പുരാനെ ഉയർപ്പിച്ച പിതാവിന്റെ റിസർഷൻ പവർ, പുനരുദ്ധാന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ കഴിവുള്ളതാണ് എന്ന് ഹല്ലേലൂയ യേശുവയുടെ നാമത്തിൽ അടിവരയിട്ട് പറയുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വരുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യൻസിന്റെ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം എടുത്തൊരാൾക്ക് വായിക്കാവുന്നതാണ്. നാം അവനിൽ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി കേട്ടോ, യേശു അപ്പായുടെ മേൽ സകല ലോകത്തിന്റെ പാപത്തെ ചുമത്തപ്പെട്ടു. എന്തിനു വേണ്ടി? എന്റെയും നിന്റെയും പാപത്തിൽ നിന്ന് തിന്മയിൽ നമ്മളെ സ്വതന്ത്രരാക്കേണ്ടതിന്. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, എന്റെ അകൃത്യങ്ങളും എന്റെ പാപങ്ങളും നിമിത്തം ഹല്ലേലൂയ ഹല്ലേലൂയ തകർക്കപ്പെട്ട ഒരുവനെ പറ്റി കാണാൻ കഴിയുന്നു. അവന്റെ അടിപ്പിലുള്ള സൗഖ്യത്തെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ രോഗത്തെ, എന്റെ ശാപത്തെ, എന്റെ പാപത്തെ ക്രൂശിൽ ഏൽപ്പിക്കപ്പെട്ടു, ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. പിതാവായ ദൈവം പുത്രനായ യേശു അപ്പയിലേക്ക് എന്ത് ചെയ്തു? മാനവരാശിയുടെ പാപത്തെ വഹിക്കുവാൻ ഹല്ലേലൂയ യേശുവിനെ അതിനുവേണ്ടി നിയോഗിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ ഞാൻ ക്രിസ്തുവിൽ നീതിയോടെ വസിക്കേണ്ടത്. ഇത് വിശ്വസിക്കുന്നവരെ നീതിയുടെ ഹല്ലേലൂയ അടിസ്ഥാനത്തിലല്ല, തിന്മയുടെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി നിങ്ങൾ നീങ്ങിയവരാണെങ്കിൽ ഇത് വിശ്വസിച്ചോ, ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് നീതീകരണം ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ആ പാപത്തിൽ തിന്മയിൽ തുടരാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഗലാത്യൻസ് 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം നമുക്ക് എടുക്കാം. ഗലാത്യൻസ് 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിൽ 2:20 വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജീവിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മരണത്തെ പറ്റി ബോധ്യമുള്ളവന്റെ ജീവിതത്തിൽ ഒരു നിലപാടുണ്ടാവും. ഞാൻ യേശുവിന്റെ പൈതലാണെന്ന് പറയുന്നവന്റെ ജീവിതത്തിൽ ഒരു നിലപാടുണ്ടാവും. ഞാൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനപ്പൂപ്പന്മാർ ഹല്ലേലൂയ തലമുറയിൽ കൈമാറി വന്ന ചില പൈതൃക പാരമ്പര്യ ദുസ്വഭാവങ്ങൾ ഇനി എന്റെ മേൽ വന്ന് വാഴത്തില്ല. ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തു. അത്രേ. ഒരാമയും പറഞ്ഞാട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരാമയും പറയാം കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ഒരു ബോധ്യം ഉണ്ടാകുന്ന മാത്രയിൽ ക്രിസ്തുവിന് വിരോധമായ സകലതും നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോകും. പറഞ്ഞാട്ടെ. ക്രിസ്തുവിനെ സ്വീകരിച്ചവന്റെ ജീവിതത്തിൽ പിന്നെ ആർക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്നറിയോ? പിശാചിനും അവന്റെ പ്രവർത്തികൾക്കും ആ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം കംപ്ലീറ്റ് ആയോ? വായിച്ചാട്ടെ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച ദൈവപുത്രങ്ങളുള്ള ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? ക്രിസ്തുവിലായവന്റെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താണ് എഴുതുക. വിശ്വാസം എന്തുവാണ്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. സ്തോത്രം. ഭൗമമണ്ഡലത്തിൽ ഒന്നും കാണുന്നില്ല, ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മറുപടി ഉണ്ടാകുമെന്നേ. ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്താലാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ ചലിക്കുന്നത്. ഹല്ലേലൂയ. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. അപ്പോൾ നിത്യതയുടെ ശക്തിയെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവനാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ ജീവിക്കുന്നവൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യൻസ് 1-ന്റെ 27-28 വാക്യങ്ങൾ. 1 കൊരിന്ത്യൻസ് 1-ന്റെ 27-28. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും തെരഞ്ഞെടുത്തു.
ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ. ഉള്ളതിനെ ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണേ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതിനെ ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. പറയുവാൻ എനിക്ക് വലുതൊന്നുമില്ല, അല്ലെങ്കിൽ വലിയതൊന്നുമില്ല, വലുതല്ല, ഒന്നുമില്ലപ്പാ, ഞാനൊന്നുമില്ല എന്ന് ചിന്തിച്ച് പലതിനെ ചൊല്ലി സങ്കടപ്പെട്ട് പല മേഖലകളിൽ ഹല്ലേലൂയ കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടായവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ ലജ്ജിപ്പിച്ചവർ മുൻപാകെ ഉയർത്തുന്ന ദൈവകൃപയുടെ വ്യാപാരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്, കുലഹീനരെ ലജ്ജിപ്പിക്കേണ്ടതിനും ഇല്ലായ്മ ചെയ്യേണ്ടതിനും സ്തോത്രം. ഹല്ലേലൂയ ജ്ഞാനമില്ലാത്തതിനെയും കുലഹീനമായതിനെയും ദൈവം തിരഞ്ഞെടുക്കുക. ദോഷത്വമായതിനെയും കുലമഹിമത്വം ഇല്ലാത്തതിനെയും പറയുവാൻ പാരമ്പര്യം പറഞ്ഞ് ഊറ്റം കൊള്ളാൻ ഇല്ലാത്തവരെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അവന്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത്. ഹല്ലേലൂയ. ആ വാക്യം കംപ്ലീറ്റ് ആയോ? ഓക്കെ. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18. 2 അധ്യായങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥന അധ്യായങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. 1 പത്രോസ് 3:18. ക്രിസ്തുവും ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനാൽ നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പം ആർക്ക് വേണ്ടിയിട്ടാ? നീതി കെട്ടവർക്ക് വേണ്ടി, അധർമ്മികളായിട്ടുള്ളവർക്ക് വേണ്ടി. ഹല്ലേലൂയ. കുലമഹത്വമുള്ളവർക്കും സർവസമ്പന്നർക്കും വിശുദ്ധന്മാർക്കും വേണ്ടി പിടഞ്ഞില്ലാതായവനെയല്ല ഞാൻ ഈ പറയുന്നത്. പാപികൾക്ക് വേണ്ടി, കുലഹീനർക്ക് വേണ്ടി, സകലരാലും സകല വ്യക്തികളാലും തള്ളപ്പെട്ടവർക്ക് വേണ്ടി, അധർമ്മം പ്രവർത്തിച്ച് ജീവിച്ചവർക്ക് വേണ്ടി, ജഡത്തിൽ മരണമേറ്റെടുത്ത ഒരുവനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്തിനാണെന്നറിയാവോ? നിങ്ങളെ ഉയർത്തി മാനിക്കേണ്ടതിന്. ഹല്ലേലൂയ. റോമൻസ് 5-ാം അധ്യായം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. റോമൻസ് 5-ാം അധ്യായം 6-ാം വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് പറഞ്ഞു അധർമ്മികൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു. അടുത്ത പറയുന്നു അഭക്തന്മാർക്ക് വേണ്ടി. കേട്ടോ, ദൈവവിശ്വാസം എന്താന്ന് പോലും ശരിയാവണ്ണം ബോധ്യമില്ലാതെ, അത് ദൈവവിശ്വാസത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന നിനക്ക് വേണ്ടി കൂടാണ് യേശു മരിച്ചത്. കണ്ടുകൊണ്ടിരിക്കുന്ന അത് ചില വ്യക്തികളോട് ഞാൻ പറയുക, ഹല്ലേലൂയ, ദൈവവിശ്വാസം അകത്തില്ലാതെ നിഷേധാത്മകമായ തിയറികളിൽ വിശ്വസിച്ച് ജീവിച്ച് ദൈവ ചിന്തകൾക്ക് വിരോധമായ ഇസങ്ങളും തത്വങ്ങളും പടച്ചുവിടുന്ന നിനക്ക് കൂടെ വേണ്ടിയാണ് എന്റെ യേശു കാൽവറിയിൽ പടഞ്ഞു തീർന്നത്. ഹല്ലേലൂയ. അഭക്തന്മാർക്ക് വേണ്ടി വായിച്ചാട്ട് മരിച്ചു. വായിച്ചാട്ട് നീതിമാന് വേണ്ടി ആരെങ്കിലും. അത് അടുത്ത വാക്യം 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒന്ന് ഹല്ലേലൂയ അധർമ്മം പ്രവർത്തിച്ചവന് വേണ്ടി മരിച്ചു. 2 അഭക്തന് വേണ്ടി മരിച്ചു. 3 പാപികൾക്ക് വേണ്ടി മരിച്ചു. പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതിന് ഈ ക്രൂശിലെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അത് എന്ത് സമർപ്പിച്ചാലും ആ പ്രവർത്തിക്ക് തുല്യമല്ല യാതൊന്നും. ആ ക്രൂശിലെ സ്നേഹത്തിന് തുല്യമല്ലേ അല്ല യാതൊന്നും. എത്രാമത്തെ വാക്യം കംപ്ലീറ്റ് ആക്കിയോ? അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചു. 5-17 വായിച്ചപ്പോൾ ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി
ഭാഗികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വസ്തുതയാണ്. ഏക നിമിത്തം എന്ത് ചെയ്തു? ഏക നിമിത്തം വായിച്ചിട്ടുണ്ടോ? ഏകന്റെ ലംഘനത്താൽ ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തം ഏകന്റെ ലംഘനത്താൽ മരണം വന്നു വാണു. ആരെ പറ്റി പറയുന്നത്? ആദാമിനെ പറ്റി പറയുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ, സകലത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ചത്? ദൈവം എന്ത് ചെയ്തു? ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ് എങ്ങനെ ഹിസ് ഓൺ ഇമേജ്. അവന്റെ ഇമേജിൽ ദൈവം എന്ത് ചെയ്തു? അവന്റെ സാദൃശ്യത്തിൽ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്തിനാ? ആ കൂട്ടായ്മ ആചരിക്കേണ്ടത്, ആ സ്നേഹത്തിൽ കണക്റ്റഡ് ആകേണ്ടത്, ആ ബന്ധം നഷ്ടപ്പെടുത്തിയതാണ്, ആ ബന്ധത്തിൽ അകന്നു മാറിയതാണ് ആദാമിൽ സംഭവിച്ച ലംഘനം. ആദാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ലംഘനം. ചെയ്യരുത്, അരുത് കൽപ്പിച്ചതിനെ അവൻ ചെയ്തു എന്നതിനപ്പുറത്ത് ഞാൻ കാണുന്നത് ദൈവികമായ റിലേഷൻഷിപ്പിൽ നിന്ന് എന്നവൻ അകന്നു മാറിയോ അന്ന് ലംഘനം സംഭവിച്ചു. വാസ്തവത്തിൽ അത് തിന്നപ്പെടല്ല, തിന്നാൻ തോന്നുന്നതിന് മുന്നമേ തന്നെ അവന്റെ ഹൃദയത്തിൽ ഒരു അകൽച്ചയുടെ ഘട്ടമുണ്ടായി. അപ്പോഴാണ് വേണ്ടാത്തതൊക്കെ കടന്നു വന്നത്. സാത്താനെ പരീക്ഷകനായി ചിന്തിക്കുന്ന യഹൂദ തിയറിയുണ്ട്. സാത്താൻ പരീക്ഷകനാണ്, സർവശക്തനായ ദൈവത്തിന്റെ പരീക്ഷകനാണ്. എന്തിനാ പരീക്ഷ ദൈവം തരുന്നത്? നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുക, നിങ്ങൾക്ക് ശുദ്ധീകരണം നൽകുക. പരീക്ഷിച്ച് നിങ്ങൾ അത് ടെസ്റ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ, ആ ടെസ്റ്ററിന്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടും. അതിനുവേണ്ടി ദൈവം അയക്കുന്ന പരീക്ഷകനാണ് സാത്താൻ എന്ന് വിശ്വസിക്കുന്ന തിയറിയാണ് ജുഡായിസം. യൂതമതത്തിന്റെ തിയറി അതാണ്. ഇന്നും ക്രൈസ്തവ മണ്ഡലത്തിൽ പരീക്ഷകനെയും പരീക്ഷയും പറ്റി പഠിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവ മേഖലയിൽ നിന്ന് ജുഡായിസ് തിയറി അല്ലെങ്കിൽ ജുഡായിസം പ്രചരിപ്പിക്കുകയാണ്. യൂതമതത്തിന്റെ ഹല്ലേലൂയ കൾട്ട് തിയറി എന്ന് പറയാവുന്ന തരത്തിൽ ക്രിസ്തുവിന് വിരോധമായ ഒരു തിയറി എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ ക്രൈസ്തവ മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുകയാണ്. യേശു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ പറയരുതേ ഞാൻ പരീക്ഷിച്ചുവെന്ന്. ഞാൻ നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലേ അല്ല. യേശു അപ്പയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാത്താന്യ ദൂതന്മാർ, സാത്താന്യം അവന്റെ ശക്തികൾ. ഹല്ലേലൂയ. ദൈവത്തിന് വിരോധിയായവൻ എന്ന് വ്യക്തിത്വമായി, ആളത്വമായി, ദൂതനായി, കേരളമായിട്ടൊക്കെ ആരെ ചിത്രീകരിച്ചിരിക്കുന്നു? ലൂസിഫറിനെ ചിത്രിച്ചിരിക്കുന്നു. ദൈവത്തിന് വിരോധിയായ ലൂസിഫർ. അതാണ് പുതിയ നിയമത്തിന്റെ വെളിപ്പാട്. പുതിയ നിയമത്തിൽ ഇതുകൊണ്ട് പഴയ നിയമത്തിലോട്ട് എത്തി നോക്കി. ലൂസിഫർ വീണനെ പറ്റിയും വെട്ടുകെട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ വെട്ടുകെട്ട് വീണപ്പെട്ട ഫോളൻ ഏഞ്ചൽസ് പലപ്പോഴും ദൈവമായിട്ട് പിന്നെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഹല്ലേലൂയ നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് പിന്നെ അവർ ചൂടുവെച്ചതായി ജൂഡായിസം പഠിപ്പിക്കുന്നു. തെറ്റ് ചെയ്താൽ ദൈവം പെട്ടു, താഴെ വീഴും. താഴെ വീണാലും പിന്നെ അവൻ എന്ത് ചെയ്യും? പിന്നെ ദൈവം ഉപയോഗിക്കും. വിശ്വസ്തനായ സേവകനായി ഹല്ലേലൂയ ഏലിന്റെ ഓൾമൈറ്റി ലോർഡിന്റെ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ യഹോവയുടെ വിശ്വസ്ത സേവകനായി ഹല്ലേലൂയ ഈ സാത്താനെ ചിത്രീകരിക്കുമ്പോൾ അങ്ങനല്ല പുതിയ നിയമം പഠിപ്പിക്കുന്നത്. സാത്താനും അവന്റെ അധികാരങ്ങളെ പിടിച്ചു കെട്ടുവാൻ ഇതാ യേശു ക്രിസ്തുവിന്റെ മഹത്വത്താൽ നിറയപ്പെട്ടത് ജനം എഴുന്നേക്കാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ പിതാവിന്റെ വിശ്വസ്തനായ ദാസനെന്ന് നമ്മൾ പറയാൻ പറ്റും? അതുകൊണ്ട് യേശു പറയും, എനിക്ക് മുമ്പേ വന്നവര് വന്ന് പറഞ്ഞു തന്ന തീയതിയൊന്നും എന്റെ പിതാവിനെ പറ്റി അല്ല പറഞ്ഞത് കേട്ടോ. അവന്മാരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ഞാൻ എന്താണോ അതാ എന്റെ പിതാവ്, ഞാൻ എന്താണോ അതാണ് എന്റെ. സാത്താനുവിന്റെ വാഴ്ചകളെയും തകർത്ത് കളയുവാനാണ് യേശു ക്രിസ്തു ഭാവമണ്ഡലത്തിൽ വന്നത്. ഇനി അവൻ വെളിപ്പെടുന്നതും അതിനുവേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ 10:10 വായിക്കുന്നു, അറക്കാനും മുടിപ്പാനും ഒരുവൻ കടന്നു വരുന്നു. അതിനെ ദൈവം വിടുന്നതല്ല കേട്ടോ. ദൈവം നമ്മളെ എന്തിനാ വരുന്നറിയോ? ഞാൻ വന്നതോ ജീവനുണ്ടാകുവാൻ. എങ്ങനെയാണെന്നറിയോ? സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ. നിന്റെ കുഞ്ഞിവിടെ കിടന്ന് പിടഞ്ഞ് രോഗിയായി കിടന്ന് പിടഞ്ഞ് വേദന തിന്ന്
നരകിച്ച് സാരമില്ല കേട്ടോ, നിത്യതയിൽ അവൻ രാജാവായിരിക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലെന്നേ. ഇവിടെയും രാജാവായിരിക്കും, അവിടെയും രാജാവ് തന്നെ ആയിരിക്കും. കാരണം രാജാവിന്റെ രാജകീയ കൽപ്പനയിൽ വിശ്വസിക്കുന്നവരുടെ ഞാൻ സർവത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നതിനെ ഉടച്ചു കളയുന്ന ദൈവ കൃപയിൽ ഞാൻ ആശ്രയം വെക്കുന്നു. അവൻ സൈന്യങ്ങളുടെ തമ്പുരാൻ, സർവത്തിന്റെയും അധിപതി, ഹല്ലേലൂയ, സർവത്തിന്റെയും യജമാനനായവൻ, അവനത്രേ ഞാൻ സേവിക്കുന്ന എന്റെ അപ്പ. സ്വതന്ത്രം. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യമാണ് അവരുടെ വായിച്ചത്? 5:17. സ്വതന്ത്രം വായിച്ചു നിർത്തിയ ഒരുത്തന്റെ തെറ്റിനാൽ ലേഖനത്താൽ പാപം കർത്തൃത്വം നടത്തിയില്ലേ? ഞാനതിനൊന്നും കണ്ടുപിടിക്കുകയാണ്. പാപം കർത്തൃത്വം നടത്തിയെങ്കിൽ ആ ലംഘനത്തിൽ നിന്ന് സർവരെയും മോചിപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം സകലരും മോചിപ്പിക്കപ്പെടും. മോചനം ഉണ്ടാകേണ്ടതിന്, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് സാൽവേഷൻ ആരിലൂടെ ഉണ്ടാകേണ്ടതിന്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, ആ പ്രഷ്യസ് ബ്ലഡിലാൽ ഉണ്ടാകേണ്ടതിന് അവൻ ഭൂമമണ്ഡലത്തിൽ ഇറങ്ങി വന്നു, യാഗമായി തീർന്നു. ഇനി പാപമോചനത്തിനും രക്ഷയ്ക്കും നീ മറ്റൊരു കർമ്മവും ചെയ്യേണ്ടതില്ല. യേശു കാൽവറിയിൽ തികച്ചതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ച എന്റെ അപ്പയെ, യേശുപ്പ എന്റെ ദൈവം, എന്റെ അപ്പയെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തിരിയത്തില്ലെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നീ നായിരിക്കുന്നത്. എന്റെ ദൈവം നിന്നെ മാറ്റിമറിക്കാൻ ഉപവാസത്തിന്റെ 3 ദിവസം ഉപവാസമായി ലാസ്റ്റ് ടൈം മിനിസ്ട്രി ബ്രൈറ്റ് ചർച്ച് 3 ദിവസം ഉപവാസത്തിലായി. അതിനോടനുബന്ധമായി വൈദ്യര സഭാ സംവിധാനങ്ങളുള്ളവരും അതിനോടൊപ്പം ഉപവാസത്തിൽ പങ്കുചേരുന്നു. അവരെ എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണ്. വിവിധ ക്രൈസ്തവ ഗ്രൂപ്പുകൾ ഈ സമയങ്ങളിലൊക്കെ വാസ്തികൾ ഇരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാ ദേവദാസന്മാരെയും എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു തമ്പുരാനെ അപ്പയുടെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നവർക്കെല്ലാം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും പരീക്ഷകനെ പറ്റി പറയുവാനല്ലപ്പ, പരീക്ഷ വന്നാൽ അതിനെ ഉടച്ചു കളയുന്ന, പരീക്ഷയുടെ ശക്തിയിൽ നിന്നെ മോചിപ്പിക്കുന്ന, ദുഷ്ട വ്യാപാരത്തിൽ നിന്ന് നിന്നെ വിടുതൽ നൽകുന്ന, അല്ലെങ്കിൽ നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിക്കുന്ന ആ രക്തത്തിന്റെ തങ്ക ശക്തിയെ പറ്റി പ്രസംഗിക്കാനും പഠിപ്പിക്കുവാനും സകലരെയും പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയുകയാണ്. മാനസികമായ അസ്വസ്ഥതയോടെ, കുടുംബജീവിതത്തെ ചൊല്ലി വളരെ വളരെ ഭാരത്തോടെ അസ്വസ്ഥപ്പെട്ട് പല വിഷയങ്ങളെ ചൊല്ലി ആകുലപ്പെട്ട് ഹൃദയം ഇടിഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ കാണുകയാണ്. ദൈവത്തിന്റെ സമാധാനം, സന്തോഷം, ഹല്ലേലൂയ, അവന്റെ പ്രവൃത്തി, എന്റെ അപ്പയുടെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മാറി വിശാലമായ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അമിതമായ ഭാരം, ഹൃദയത്തിലുണ്ടായ ഭാരം നിമിത്തം ചില രോഗങ്ങളെ നേരിടുന്ന ചിലരുണ്ട്. അവരുടെ രോഗബന്ധനങ്ങൾ അഴിക്കട്ടെ. തലമുറയെ ചൊല്ലി ഭാരത്തോടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ചില വിടുതലുകൾ ഉണ്ടാകട്ടെ. ഇന്ന് ചില വിടുതലുകൾ ഉണ്ടാകട്ടെ. മറുപടി തരുവാൻ കഴിവുള്ളവൻ, മറുപടി കഴിവുള്ളവന്റെ വ്യാപാര ശക്തി ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സകലരും നിറയപ്പെടട്ടെ. കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവപ്പ, അടിയൊഴുക്കം പ്രാർത്ഥനയിലായിരിക്കുന്ന സകലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും സകലയെ നിറയ്ക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. വലിയ വിടുതലുകൾ ഐശ്വര്യ ഓർത്ത് സ്തോത്രം. മറുപടി വന്നതിനെ ഓർത്ത് യേശു തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കണ്ടുകൊണ്ടിരുന്നവരോട് അപ്പയുടെ നാമത്തിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ചില അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവകൃപയുടെ വ്യാപാരം നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങും. എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.